ഹലോ മക്കളെ, എന്തെല്ലാ സുഖമല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു തന്നാലോ? അതെ, കുറേ ആൾക്കാർക്ക് സംശയമാണ് ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാ തുടങ്ങുക, അതിൽ എന്തൊക്കെ എഴുതണം, ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റുമോ, ആ ക്യാരക്ടറിന്റെ തൂടി പോയ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് അല്ലേ? അപ്പൊ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ഞാനൊരു കംപ്ലീറ്റ് ഗൈഡ് ആയിട്ട് തന്നാലോ? എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം എന്ന് നോക്കാം. അപ്പൊ എന്റെ കൂടെ വന്നേ. യെസ്, കമൺ നോക്കിയേ. യെസ്, കീ പോയിന്റ്സ് ഫോർ റൈറ്റിംഗ് എ ക്യാരക്ടർ സ്കെച്ച്. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തുടങ്ങേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ദ ക്യാരക്ടർ. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഈ പാഠത്തില് ഈ ഓഥർ എഴുതിയിട്ടുള്ള ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആര്? ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന്റെ പേര് എഴുതി കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ട് ബൈ ഇൻട്രൊഡ്യൂസിംഗ് ദ ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം. മെൻഷൻ ഹൂ ദ ക്യാരക്ടർ ഈസ് ആൻഡ് ദെയർ റോൾ ഇൻ ദ സ്റ്റോറി. ആ കഥയിൽ അവരുടെ റോൾ എന്താണ്? മെയിൻ റോൾ ആണോ, വില്ലൻ ആണോ, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അടുത്തത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Raman is a brave and young boy in the story. Okay, Raman is a brave and young boy in the story. Okay. അടുത്തത് ഫിസിക്കൽ അപ്പിയറൻസ്. കാണാൻ എങ്ങനെയുണ്ട്? മുടിയുണ്ടോ? മുടിയുടെ കളർ എന്താണ്? കാണാൻ നല്ല ഹാൻസം ആണോ, നല്ല ബ്യൂട്ടിഫുൾ ആണോ, നല്ല യങ് ഗോർജിയസ് ലേഡി ആണോ? അങ്ങനത്തെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പിന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഡിസ്ക്രൈബ് ഹൗ ദ ക്യാരക്ടർ ലുക്സ്. കാണാൻ എങ്ങനെയുണ്ട്? ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ലൈക്ക് ഏജ്, പ്രായം പറയണം, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയണം. ഡ്രസ്സ് എങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത് പറയണം. ഓർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് മാനെ പോലെ ചിറകുകളൊക്കെ ഉള്ള ആളാണോ എന്നൊക്കെ നമ്മൾ പറയണം. ഓക്കെ, എക്സാമ്പിൾ ഹീസ് എ ടോൾ ബോയ് വിത്ത് ബ്രൈറ്റ് ഐസ് ആൻഡ് ചിയർഫുൾ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് പേഴ്സണാലിറ്റി ആണ്. ആളുടെ സ്വഭാവം എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണ്, ഒരു പെരുമാറ്റം എങ്ങനെയാണ്. ക്യാരക്ടർ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ട്രേറ്റ്സ് എന്നാൽ പ്രത്യേകതകൾ കേട്ടോ, സ്വഭാവ സവിശേഷതകൾ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ഓഫ് ദ ക്യാരക്ടർ. നമ്മൾ ആ ക്യാരക്ടറിന്റെ ക്വാളിറ്റീസ് പറഞ്ഞു കൊടുക്കണം. യൂസ് വേർഡ്സ് ലൈക്ക്, ആ ക്യാരക്ടറിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം? കൈൻഡ്, നല്ല ദയാലുവായ ആളാണ് കൈൻഡ് എന്ന് പറയണം. ബ്രേവ്, ഭയങ്കര ധീരനാണെങ്കിൽ ബ്രേവ് എന്ന് പറയണം. നമ്മളെ കിങ് ദുഷ്യന്ത് ആരാണ്? ഭയങ്കര ബ്രേവ് ആൻഡ് കൈൻഡ് കിങ് ആണല്ലേ. സെൽഫിഷ് നമുക്ക് ആരും പറയാൻ പറ്റും? മെലൻഡെയിൻ. അടുത്തത് ഹോണസ്റ്റ് ഓച്ചിക്കോം. ഓച്ചിക്കോം എന്ന് പറയുന്ന പോലെ ഓച്ചിക്കോം. ഹെൽപ്ഫുൾ, എല്ലാവരും സഹായിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ മക്കളെ. ലേസി, മടിയനായുള്ള ഒരാളെ കാര്യം പറഞ്ഞ. ക്ലെവർ, ഭയങ്കര തന്ത്രശാലിയായിട്ടുള്ള ഒരാളെ കാര്യം പറഞ്ഞ. യെസ്, എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ. ആ പാഠത്തിൽ എന്തൊക്കെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പെരുമാറ്റം, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തേണ്ടത്. ഡിസ്ക്രൈബ് വാട്ട് ദ ക്യാരക്ടർ ഡസ് ഇൻ ദ സ്റ്റോറി. കഥയിൽ ആ ക്യാരക്ടർ മുഖ്യമായും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് ഇവന്റ്സ് ഇല്ലേ, അത് എന്തൊക്കെയാണ് നമ്മൾ എടുത്തെടുത്ത് പറയണം. ഓക്കെ, ആക്ഷൻസ് ഷോ ദ ട്രൂ നേച്ചർ ഓഫ് ദ ക്യാരക്ടർ. എന്തുകൊണ്ട് അയാളുടെ ആക്ഷൻസ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്? ഈ ഒരു ഹോച്ചിക്കോമിന്റെ കഥയിലായിക്കോട്ടെ, അദ്ദേഹം ആ ഒരു പീസ് ഓഫ് സ്ട്രിങ് എടുക്കുന്നതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമ്മൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. ഹി ഈസ് എ കോഷ്യസ് പേഴ്സൺ. അദ്ദേഹം ഒരു മൈസർ അല്ല, അല്ലെ, ഒരു പിശുക്കനല്ല, പക്ഷെ അദ്ദേഹം ഒരു കോഷ്യസ് പേഴ്സൺ ആണ്. ഭയങ്കര ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന, ഭയങ്കര കൺസേൺ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഹി ഈസ് എ കോഷ്യസ് പേഴ്സൺ. അത് നമുക്ക് ആ ഒരു ആക്ഷനിലൂടെയാണ് മനസ്സിലാക്കിയത്. അതേപോലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആക്ഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഹി ഹെൽപ്ഡ് ആൻ ഓൾഡ് മാൻ ക്രോസ് ദ റോഡ്. അതേപോലെ അല്ലേ, അയാൾ ഭയങ്കര സഹായിയാണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റും. അടുത്തത് റിലേഷൻഷിപ്സ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്. അതായത് മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ കൂടെ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്നത്, ഭയങ്കര ഫ്രണ്ട്ലി ആണോ, ഭയങ്കര ആംഗ്രി ആണോ, ഭയങ്കര മോശമായിട്ടാണോ, അതൊക്കെ പറയാം. അതൊന്നും തന്നെ കെയറിങ്, റൂഡ്, സെൽഫിഷ്, അതൊക്കെ എടുത്ത് പറയാൻ കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻസ് ഇൻ ദ സ്റ്റോറി. എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഈ സ്റ്റോറിയിൽ വേണം, ഈ ക്യാരക്ടർ ഈ സ്റ്റോറിന്റെ മെയിൻ കമ്പോണന്റ് ആണോ, ഈ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഈ സ്റ്റോറി ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അവിടെ പറയാ. പിന്നെ കൺക്ലൂഷൻ, ലാസ്റ്റ് ഫൈനലി ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിർത്താൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് വിത്ത് എ ഷോർട്ട് ഒപ്പീനിയൻ. ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായത്തോടു കൂടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെ ഒപ്പീനിയൻസ്, നിങ്ങളെ വാക്കുകളിലായിട്ട്, നിങ്ങൾ ഗ്രാമർ, നിങ്ങളെ ലാംഗ്വേജ് യൂസ് ചെയ്ത് നിങ്ങളെ ഒപ്പീനിയൻസ് എഴുതുന്നത് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലായിടത്തും അല്ല കേട്ടോ, വേണ്ടിയിടത്തൊക്കെ, ആവശ്യമുള്ളിടത്തൊക്കെ. അപ്പം ഈ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുക? ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, ഒരു ജനറൽ ഒപ്പീനിയൻ വേണം കേട്ടോ. നിങ്ങൾ പേഴ്സണൽ ആവരുത്. ഐ ഡോണ്ട് ലൈക്ക് ഹിം, എൻ്റെ വീട്ടിൽ വരാത്തോണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ രീതിയിൽ എഴുതരുത്. ഒരു ജനറൽ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ട് എന്ത് ചെയ്യുക? എഴുതിയിട്ട് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ഇൻട്രൊഡക്ഷന് അല്ലെ, ഇൻട്രൊഡക്ഷൻ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കിങ് ദുഷ്യന്ത ഇസ് ദ കിങ് ഓഫ്, അതായത് നമ്മൾ കിങ് ദുഷ്യന്ത, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് ഇല്ലേ, ആ ഫോർമാറ്റ് എങ്ങനെ ഫോളോ ചെയ്യും എന്നൊരു സംശയം ഉണ്ടാവൂലേ, സംശയമില്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സ്വന്തം ഷെബീൽ സാർ, ആർക്കെനെക്സിന്റെ ഷെബീൽ സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിങ്ങൾക്ക് അതേ ഫോർമാറ്റിൽ കിങ് ദുഷ്യന്തന്റെ, നമ്മളെ ശകുന്തളം ബൈ കാളിദാസ ആക്ട് 1 ഓർമ്മയില്ലേ, ആ പാഠത്തിൽ നിന്ന് ഒരു ക്യാരക്ടർ സ്കെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതണം എന്ന് ഇവിടെ വൃത്തിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വായിച്ച് പഠിക്കൂലേ, സെറ്റ് അല്ലേ? അടുത്തത് അപ്പിയറൻസ്, കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ആ രാജാവ് എങ്ങനെയാണ് ഭയങ്കര കൈൻഡ് ആണ്, ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര എന്താ പറയുക കുലീനമായിട്ട് വിനയം കാണിക്കുന്ന ഭയങ്കര മോഡസ്റ്റി ആണല്ലേ. ആ ഒരു ആഭരണം അയച്ചു വെക്കുന്ന സീനൊക്കെ നമ്മൾ പറയണ്ടേ, അതൊക്കെ ആക്ഷൻസ് ആണ് കേട്ടോ, അതൊക്കെ എടുത്ത് പറയേണ്ട ആവശ്യം ആക്ഷൻസ്. യെസ്, ശകുന്തളനെ പറയും ഈ ട്രീറ്റ് ശകുന്തള ആൻഡ് സേജസ്. ആ സന്യാസിമാരൊക്കെ വളരെ നല്ല രീതിയിൽ അവർ അമ്പ ചെയ്യരുത് രാജാവെ, ചെയ്യരുത്, ആ പാവം മാനിനെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊല്ലാതെ വെറുതെ വിടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. റിലേഷൻഷിപ്സ്, അതായത് ശകുന്തളായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സ്റ്റോറി. ഈ ഒരു കഥയിൽ കിങ് ദുഷ്യന്ത വളരെ മേജർ ക്യാരക്ടറാണ്. കൺക്ലൂഷൻ, കിങ് ദുഷ്യന്ത ഈസ് എ ബ്രേവ്, അതായത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ജനറൽ ഒപ്പീനിയനിലാണ് അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, മേഹുന ഞാനില്ലേ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നമ്മളുണ്ട് കൂടെ, ആർക്കനെക്സ് ഉണ്ട് കൂടെ. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.